എല്ലാവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സ്നേഹ. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നദികളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിന്റെ തുടർഭാഗം തന്നെയാണ് നമ്മൾ ഇന്നും പഠിക്കാൻ പോകുന്നത്. ആദ്യം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ആദ്യത്തെ നദിയാണ് ലൂണി. അജ്മീർ ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചാൽ ലൂണി എന്ന ഉപദ്വീപീയ നദിയുടെ തീരത്താണ്. അജ്മീർ ഏത് നദിയുടെ തീരത്താണ്? ലൂണി നദിയുടെ തീരത്താണ്. രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങൾക്ക് രൂപം നൽകുന്ന നദികളാണ് ലൂണി നദിയും സരസ്വതി നദിയും. രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങൾക്ക് രൂപം നൽകുന്ന നദികളാണ് ലൂണി, സരസ്വതി. ലൂണിയുടെ പോഷക നദികൾ ഏതൊക്കെയാ? സുക്രി, മിത്രി, ജവായി, ജോജരി. ലൂണിയുടെ പോഷക നദികളാണ് സുക്രി, മിത്രി, ജവായി, ജോജരി. സമുദ്രത്തിൽ പതിക്കാത്ത പ്രമുഖ ഇന്ത്യൻ നദിയാണ് ലൂണി. സമുദ്രത്തിൽ പതിക്കാത്ത പ്രമുഖ ഇന്ത്യൻ നദിയാണ് ലൂണി. ലൂണി നദി ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്നത് സഗർമതി എന്നാണ്. ലൂണി എന്ന നദി ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്നത് സഗർമതി എന്ന പേരിലാണ്. സർദാർ സാമന്ത് അണക്കെട്ട് ലൂണി നദിയിലാണുള്ളത്. സർദാർ സാമന്ത് അണക്കെട്ട് ഏത് നദിയിലാണ്? ലൂണി നദിയിലാണ്. സംസ്കൃതത്തിൽ ലവണവാരി എന്ന് പേരുള്ള നദിയാണ് ലൂണി. സംസ്കൃതത്തിൽ ലവണവാരി എന്ന് പേരുള്ള നദിയാണ് ലൂണി. അടുത്തത് നമുക്ക് നർമ്മദ നദിയെ കുറിച്ച് പഠിക്കാം. ഇന്ത്യയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ നദി. ഇന്ത്യയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുതാണ് നർമ്മദ നദി. ഏത് നദിയുടെ തീരത്താണ് മാർബിൾ റോക്സ് ഉള്ളത്? നർമ്മദ നദിയുടെ തീരത്താണ്. നർമ്മദ നദിയുടെ തീരത്താണ് മാർബിൾ റോക്സ് ഉള്ളത്. ഓംകാരേശ്വർ ദ്വീപ് നർമ്മദ നദിയിലാണ്. ഓംകാരേശ്വർ ദ്വീപ് ഏത് നദിയിലാണ്? നർമ്മദ നദിയിലാണ്. ഇന്ത്യയിൽ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. ഇന്ത്യയിൽ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. നർമ്മദ നദി അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലമാണ് ഗൾഫ് ഓഫ് കമ്പാട്ട്. നർമ്മദ നദി അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലമാണ് ഗൾഫ് ഓഫ് കമ്പാട്ട്. ഇന്ത്യയിൽ ഭ്രംശ താഴ്വരയിൽ കൂടി ഒഴുകുന്ന പ്രധാന നദികളാണ് നർമ്മദയും താപ്തിയും. ഇന്ത്യയിൽ ഭ്രംശ താഴ്വരയിൽ കൂടി ഒഴുകുന്ന പ്രധാന നദികളാണ് നർമ്മദയും താപ്തിയും. നർമ്മദ നദിയുടെ പേരിനർത്ഥം സന്തോഷം നൽകുന്നത് എന്നാണ്. നർമ്മദ നദിയുടെ പേരിനർത്ഥം വരുന്നത് സന്തോഷം നൽകുന്നത് എന്നാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥാപിച്ചിരിക്കുന്ന നർമ്മദയിലെ ദ്വീപാണ് സാധുബെറ്റ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥാപിച്ചിരിക്കുന്ന നർമ്മദയിലെ ദ്വീപാണ് സാധുബെറ്റ്. ഇന്ത്യയിലൂടെ ഏറ്റവും കൂടുതൽ ദൂരം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് നർമ്മദ. ഇന്ത്യയിലൂടെ ഏറ്റവും കൂടുതൽ ദൂരം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് നർമ്മദ. ഇന്ത്യയിലെ ഏത് നദിയുടെ തടത്തിലാണ് ഫോസിലുകൾ കണ്ടെത്തിയിട്ടുള്ളത്? നർമ്മദ നദിയുടെ തീരത്താണ്. നർമ്മദ നദിയുടെ തടത്തിലാണ് ഫോസിലുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഉത്തരേന്ത്യയെയും ദക്ഷിണേന്ത്യയെയും വേർതിരിക്കുന്ന നദി എന്നറിയപ്പെടുന്നത് നർമ്മദ നദിയാണ്. ഉത്തരേന്ത്യയെയും ദക്ഷിണേന്ത്യയെയും വേർതിരിക്കുന്ന നദി എന്നറിയപ്പെടുന്നത് നർമ്മദ നദിയെയാണ്. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യൻ നദികളാണ് നർമ്മദയും താപ്തിയും. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യൻ നദികളാണ് നർമ്മദയും താപ്തിയും. നർമ്മദ നദിയുടെ ഒരു പോഷക നദിയാണ് ബഞ്ചൻ. നർമ്മദ നദിയുടെ ഒരു പോഷക നദിയാണ് ബഞ്ചൻ. നർമ്മദ നദിയുടെ തന്നെ മറ്റൊരു പോഷക നദിയാണ് താവ. നർമ്മദ നദിയുടെ മറ്റൊരു പോഷക നദിയാണ് താവ. ജബൽപൂർ ഏത് നദിയുടെ തീരത്താണുള്ളത്? നർമ്മദ നദിയുടെ തീരത്താണ്. ജബൽപൂർ ഏത് നദിയുടെ തീരത്താണ്? നർമ്മദ നദിയുടെ തീരത്താണ്. നർമ്മദ ഒഴുകുന്നത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ്. നർമ്മദ ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. നർമ്മദയുടെ പോഷക നദിയായ ബഞ്ചാർ നദിയുടെ തീരത്താണ് കൻഹ ദേശീയോദ്യാനം ഉള്ളത്. നർമ്മദയുടെ പോഷക നദിയായ ബഞ്ചാർ നദിയുടെ തീരത്താണ് കൻഹ ദേശീയോദ്യാനം ഉള്ളത്. മധ്യപ്രദേശിന്റെയും മഹാരാഷ്ട്രയുടെയും അതിർത്തിയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. മധ്യപ്രദേശിന്റെയും മഹാരാഷ്ട്രയുടെയും അതിർത്തിയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. നർമ്മദയുടെ സംരക്ഷണം മുൻനിർത്തി മേധാ പട്കറുടെ നേതൃത്വത്തിൽ നടന്ന
ജനകീയ മുന്നേറ്റമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദയുടെ സംരക്ഷണം മുൻനിർത്തിക്കൊണ്ട് മേധാ പട്കറുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ മുന്നേറ്റമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. മധ്യപ്രദേശിന്റെയും ഗുജറാത്തിന്റെയും അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നർമ്മദയാണ്. മധ്യപ്രദേശിന്റെയും ഗുജറാത്തിന്റെയും അതിർത്തിയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. മധ്യപ്രദേശിലെ അമർകാണ്ടക് മലനിരകളിൽ ഉത്ഭവിക്കുന്ന നദിയാണ് നർമ്മദ. മധ്യപ്രദേശിലെ അമർകാണ്ടക് മലനിരകളിൽ ഉത്ഭവിക്കുന്ന നദിയാണ് നർമ്മദ. നർമ്മദ നദിയുടെ മറ്റൊരു പോഷക നദിയാണ് ഹിരൺ. നർമ്മദ നദിയുടെ പോഷക നദിയാണ് ഹിരൺ. വിന്ധ്യ സത്പുര നിരകൾക്കിടയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് നർമ്മദ. വിന്ധ്യ സത്പുര നിരകൾക്കിടയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് നർമ്മദ. ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദിയാണ് നർമ്മദ. ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദിയാണ് നർമ്മദ. നർമ്മദ സംരക്ഷണ പ്രക്ഷോഭം എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയുള്ളതായിരുന്നു. നർമ്മദ സംരക്ഷണ പ്രക്ഷോഭം എന്തിനു വേണ്ടിയായിരുന്നു? പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി. നർമ്മദയിലെ സഹസ്രധാര വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണുള്ളത്? മധ്യപ്രദേശിലാണ്. നർമ്മദയിലെ സഹസ്രധാര വെള്ളച്ചാട്ടം ഉള്ളത് മധ്യപ്രദേശിലാണ്. നർമ്മദ നദിയുടെ നീളം 1312 കിലോമീറ്റർ ആണ്. നർമ്മദയുടെ നീളം എത്ര കിലോമീറ്റർ ആണ്? 1312 കിലോമീറ്റർ ആണ്. സർദാർ സരോവർ പദ്ധതി നർമ്മദ നദിയിലാണ്. സർദാർ സരോവർ പദ്ധതി ഏത് നദിയിലാണ്? നർമ്മദ നദിയിലാണ്. മാർബിൾ ഫാൾസ് എന്നറിയപ്പെടുന്ന നർമ്മദ നദിയിലെ വെള്ളച്ചാട്ടമാണ് ദ്വാന്തർ വെള്ളച്ചാട്ടം. മാർബിൾ ഫാൾസ് എന്നറിയപ്പെടുന്ന നർമ്മദ നദിയിലെ വെള്ളച്ചാട്ടമാണ് ദ്വാന്തർ വെള്ളച്ചാട്ടം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജലവിഭവ വികസന പദ്ധതിയാണ് സർദാർ സരോവർ ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവിഭവ വികസന പദ്ധതിയാണ് സർദാർ സരോവർ ഡാം. അടുത്തത് നമുക്ക് താപ്തി നദിയെ കുറിച്ച് പഠിക്കാം. താപ്തി നദിയുടെ പോഷക നദിയാണ് പൂർണ്ണ. താപ്തി നദിയുടെ പോഷക നദിയാണ് പൂർണ്ണ. മധ്യപ്രദേശിലെ മുൾത്തായ് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് താപ്തി. താപ്തിയുടെ ഉത്ഭവം എവിടെയാണ്? മധ്യപ്രദേശിലെ മുൾത്തായ് പീഠഭൂമിയിൽ നിന്ന്. മഹാരാഷ്ട്രയിലെ നന്ദൂരി അണക്കെട്ട് താപ്തി നദിയിലാണുള്ളത്. മഹാരാഷ്ട്രയിലെ നന്ദൂരി അണക്കെട്ട് ഏത് നദിയിലാണ്? താപ്തി നദിയിലാണ്. ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ രണ്ടാമത്തെ വലിയ നദിയാണ് താപ്തി. ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ തന്നെ രണ്ടാമത്തെ വലിയ നദിയാണ് താപ്തി. ഉക്കായ് പദ്ധതി താപ്തി നദിയിലാണ്. ഉക്കായ് പദ്ധതി താപ്തി നദിയിലാണ്. കക്രപ്പാറ പദ്ധതിയും താപ്തി നദിയിലാണ്. ഗിർന പോഷക നദിയായിട്ടുള്ള ഉപദ്വീപീയ നദി താപ്തിയാണ്. ഗിർന പോഷക നദിയായിട്ടുള്ള ഉപദ്വീപീയ നദിയാണ് താപ്തി. സൂര്യപുത്രി എന്നറിയപ്പെടുന്ന നദിയാണ് താപ്തി. താപ്തി അറിയപ്പെടുന്നത് സൂര്യപുത്രി എന്നുമാണ്. നർമ്മദയുടെ ഇരട്ട എന്നും താപ്തിയെ അറിയപ്പെടുന്നുണ്ട്. സൂര്യപുത്രി എന്നും നർമ്മദയുടെ ഇരട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് താപ്തി നദിയെയാണ്. സൂറത്ത് ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു? താപ്തി നദിയുടെ തീരത്ത്. സൂറത്ത് ഏത് നദിയുടെ തീരത്താണ്? താപ്തി നദിയുടെ തീരത്താണ്. താപ്തി ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. താപ്തി ഒഴുകുന്നത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ്. താപ്തിയിലെ ഹാത്നൂർ അണക്കെട്ട് മഹാരാഷ്ട്രയിലാണുള്ളത്. താപ്തിയിലെ ഹാത്നൂർ അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. താപ്തിയുടെ നീളം വരുന്നത് 724 കിലോമീറ്റർ ആണ്. താപ്തിയുടെ നീളം 724 കിലോമീറ്റർ ആണ്. ഇത്രയും പഠിച്ചത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളെ കുറിച്ചാണ്. അടുത്തത് നമുക്ക് കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളെ കുറിച്ച് പഠിക്കാം. ആദ്യം ഗോദാവരിയാണ്. നാസിക് ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ ഗോദാവരിയുടെ തീരത്താണ്. നാസിക് ഏത് നദിയുടെ തീരത്താണ്? ഗോദാവരിയുടെ തീരത്താണ്. 12 വർഷത്തിലൊരിക്കൽ പുഷ്കരം എന്ന ആഘോഷം നടക്കുന്നത് ഗോദാവരി നദിയുടെ തീരത്താണ്. 12 വർഷത്തിലൊരിക്കൽ പുഷ്കരം എന്ന ആഘോഷം നടക്കുന്നത് ഗോദാവരിയുടെ തീരത്താണ്. പൂർണ്ണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ നീളത്തിൽ 1-ാം സ്ഥാനമുള്ളത് ഗോദാവരിക്കാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ നീളത്തിൽ 1-ാം സ്ഥാനമുള്ള നദിയാണ് ഗോദാവരി. ഇന്ദ്രാവതി നദി ഗോദാവരിയുടെ പോഷക നദിയാണ്.
ഇന്ദ്രാവതി നദി ഏതിന്റെ പോഷക നദിയാണ്? ഗോദാവരിയുടെ. ഗോദാവരി, കൃഷ്ണ എന്നീ നദികളെയാണ് പാട്ടിസീമ പദ്ധതിയിൽ ബന്ധിപ്പിക്കുന്നത്. ഗോദാവരി, കൃഷ്ണ എന്നീ നദികളെയാണ് പാട്ടിസീമ പദ്ധതിയിൽ ബന്ധിപ്പിക്കുന്നത്. പ്രവര അണക്കെട്ടുള്ളത് ഗോദാവരി നദിയിലാണ്. പ്രവര അണക്കെട്ടുള്ളത് ഗോദാവരി നദിയിലാണ്. മഹാരാഷ്ട്രയിൽ നാസിക് ജില്ലയിലെ ത്രയംബക് ഗ്രാമത്തിൽ ഉദ്ഭവിക്കുന്ന നദിയാണ് ഗോദാവരി. മഹാരാഷ്ട്രയിൽ നാസിക് ജില്ലയിലെ ത്രയംബക് ഗ്രാമത്തിൽ ഉദ്ഭവിക്കുന്ന നദിയാണ് ഗോദാവരി. മഞ്ചീര ഗോദാവരിയുടെ പോഷക നദിയാണ്. മഞ്ചീര ഏതിന്റെ പോഷക നദിയാണ്? ഗോദാവരിയുടെ പോഷക നദിയാണ്. ആന്ധ്ര സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ആന്ധ്ര സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. രാജമുന്ദ്രി ഏതു നദിയുടെ തീരത്താണുള്ളത്? ഗോദാവരി. രാജമുദ്രി ഏതു നദിയുടെ തീരത്താണ്? ഗോദാവരി നദിയുടെ തീരത്താണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഏറ്റവും നീളം കൂടിയ ഡക്കാൻ നദി ഏതാപ്പോ? ഗോദാവരി തന്നെയാണ്. ഏറ്റവും നീളം കൂടിയ ഡക്കാൻ നദി ഗോദാവരി തന്നെയാണ്. ജയക്വാഡി പദ്ധതി ഗോദാവരി നദിയിലാണ്. ജയക്വാഡി പദ്ധതി ഏത് നദിയിലാണ്? ഗോദാവരി നദിയിലാണ്. പോച്ചമ്പാട് പദ്ധതി അതായത് ശ്രീരാം സാഗർ ഏത് നദിയിലാണ്? ഗോദാവരിയിലാണ്. പോച്ചമ്പാട് പദ്ധതി ഏത് നദിയിലാണ്? ഗോദാവരി. ദക്ഷിണേന്ത്യയിൽ കുംഭമേള നടക്കുന്നത് ഗോദാവരി നദിയുടെ തീരത്താണ്. ദക്ഷിണേന്ത്യയിൽ കുംഭമേള നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഗോദാവരി നദിയുടെ തീരത്താണ്. ഏത് നദിയുടെ തീരത്താണ് യാനം? ഗോദാവരി. ഗോദാവരി നദിയുടെ തീരത്താണ് യാനം ഉള്ളത്. വൃദ്ധഗംഗ എന്ന് വിളിക്കപ്പെടുന്ന നദിയാണ് ഗോദാവരി. വൃദ്ധഗംഗ എന്ന് വിളിക്കപ്പെടുന്ന നദിയാണ് ഗോദാവരി. ഗോദാവരിയിൽ സ്ഥിതി ചെയ്യുന്ന എക്കൽ തുരുത്ത് ലങ്കയാണ്. ഗോദാവരിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു എക്കൽ തുരുത്താണ് ലങ്ക. ദക്ഷിണേന്ത്യൻ നദികളിൽ ഏറ്റവും വലിയ തടപ്രദേശമുള്ളത് ഗോദാവരിക്കാണ്. ദക്ഷിണേന്ത്യൻ നദികളിൽ ഏറ്റവും വലിയ തടപ്രദേശമുള്ളത് ഗോദാവരി നദിക്കാണ്. ശബരി എന്നത് ഗോദാവരി നദിയുടെ പോഷക നദിയാണ്. ശബരി ഏതിന്റെ പോഷക നദിയാണ്? ഗോദാവരി നദിയുടെ പോഷക നദിയാണ്. കാലേശ്വരം ജലവൈദ്യുത പദ്ധതി ഗോദാവരി നദിയിലാണ്. കാലേശ്വരം ജലവൈദ്യുത പദ്ധതി ഗോദാവരി നദിയിലാണുള്ളത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഗോദാവരിയെ കുറിച്ച് പഠിച്ചു. അടുത്തത് നമുക്ക് കാവേരി നദിയെ കുറിച്ച് പഠിക്കാം. തിരുച്ചിറപ്പള്ളി ഏത് നദിയുടെ തീരത്താണുള്ളത്? കാവേരി നദിയുടെ തീരത്താണ്. കാവേരി നദിയുടെ തീരത്താണ് തിരുച്ചിറപ്പള്ളി ഉള്ളത്. സ്റ്റാൻലി റിസർവോയർ ഏത് നദിയിലാണ്? കാവേരി നദിയിലാണ്. മേട്ടൂർ ഡാമിലാണ്. സ്റ്റാൻലി റിസർവോയർ ഏത് നദിയിലാണ്? കാവേരി നദിയിലെ മേട്ടൂർ ഡാം. ഏതിന്റെ പോഷക നദിയാണ് അമരാവതി? കാവേരി നദിയുടെ. കാവേരി നദിയുടെ ഒരു പോഷക നദിയാണ് അമരാവതി. തമിഴ്നാട്ടിലെ തന്നെ പ്രധാനപ്പെട്ട നദിയാണ് കാവേരി. തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നദിയാണ് കാവേരി. കർണാടകത്തിലെ കുടകു ജില്ലയിലെ ബ്രഹ്മഗിരിയിൽ ഉത്ഭവിക്കുന്ന നദിയാണ് കാവേരി. കാവേരി നദി ഉത്ഭവിക്കുന്നത് കർണാടകത്തിലെ കുടകു ജില്ലയിലെ ബ്രഹ്മഗിരിയിൽ നിന്നാണ്. സഹ്യനിരയിലെ ബ്രഹ്മഗിരിയിലെ ഷോലവനങ്ങളിൽ ഉത്ഭവിക്കുന്ന നദിയാണ് കാവേരി. സഹ്യനിരയിലെ ബ്രഹ്മഗിരിയിലെ ഷോലവനങ്ങളിൽ ഉത്ഭവിക്കുന്ന നദിയാണ് കാവേരി. ശിവസമുദ്രം, ശ്രീരംഗം എന്നീ ദ്വീപുകൾ കാവേരി നദിയിലാണ്. ശിവസമുദ്രം, ശ്രീരംഗം എന്നീ ദ്വീപുകൾ ഏത് നദിയിലാണ്? കാവേരി നദിയിലാണ്. കരികാലൻ 1-ാം ശതകത്തിൽ കാവേരിയിൽ പണികഴിപ്പിച്ച കല്ലണൈ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട്. അതുള്ളത് കാവേരി നദിയിലാണ്. കരികാലൻ 1-ാം ശതകത്തിൽ കാവേരിയിൽ പണികഴിപ്പിച്ച കല്ലണൈ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട്. അത് കാവേരി നദിയിലാണ് ഉള്ളത്. കർണാടകത്തിലും തമിഴ്നാട്ടിലുമാണ് കാവേരി ഒഴുകുന്നത്. കാവേരി ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് കർണാടകവും തമിഴ്നാടും. ഹേമാവതി കാവേരി നദിയുടെ പോഷക നദിയാണ്. ഹേമാവതി ഏതിന്റെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി നദിയാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ്.
കാവേരി നദീജല തർക്ക പരിഹാര ട്രിബ്യൂണൽ നിലവിൽ വന്നത് 1990-ലാണ്. കാവേരി നദീജല തർക്ക പരിഹാര ട്രിബ്യൂണൽ നിലവിൽ വന്നത് 1990-ലാണ്. കാവേരി നദിയുടെ പോഷക നദിയാണ് അർക്കാവതി. കാവേരി നദിയുടെ പോഷക നദിയാണ് അർക്കാവതി. കാവേരി നദിയുടെ തീരത്താണ് ഈറോഡ് നഗരം സ്ഥിതി ചെയ്യുന്നത്. കാവേരി നദിയുടെ തീരത്താണ് ഈറോഡ് നഗരം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നദിയാണ് കാവേരി. തമിഴ്നാട്ടിലാണ് ഈറോഡ് നഗരം ഉള്ളത്. ശ്രീരംഗപട്ടണം ഏത് നദിയുടെ തീരത്താണുള്ളത്? കാവേരി നദിയുടെ തീരത്താണ്. കൃഷ്ണരാജസാഗർ ഡാം ഏത് നദിയിലാണ്? കാവേരി നദിയിലാണ്. കൃഷ്ണരാജസാഗർ ഡാം ഏത് നദിയിലാണ്? കാവേരി നദിയിലാണ്. കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പൈക്കര പദ്ധതി തമിഴ്നാട് സംസ്ഥാനമാണ്. കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പൈക്കര പദ്ധതി തമിഴ്നാട്ടിലാണ്. കബനിയും കാവേരിയും സംഗമിക്കുന്നത് തിരുമക്കുടലാണ്. കബനിയും കാവേരിയും സംഗമിക്കുന്നത് തിരുമക്കുടൽ എന്ന സ്ഥലത്ത് വെച്ചാണ്. ശിവസമുദ്രം വെള്ളച്ചാട്ടം കാവേരി നദിയിലാണ്. ശിവസമുദ്രം വെള്ളച്ചാട്ടം ഏതു നദിയിലാണ്? കാവേരി നദിയിലാണ്. കർണാടകയിലെ പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാ? കൃഷ്ണ, കാവേരി. കർണാടകത്തിലെ പ്രധാനപ്പെട്ട നദികളാണ് കൃഷ്ണയും കാവേരിയും. മേട്ടൂർ അണക്കെട്ട് കാവേരിയിലാണ്. മേട്ടൂർ അണക്കെട്ട് ഏത് നദിയിലാണ്? കാവേരിയിലാണ്. കാവേരി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന സ്ഥലം പുംപുഹാറാണ്. കാവേരി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന സ്ഥലമാണ് പുംപുഹാർ. ബംഗളൂരു നഗരത്തിന് കുടിവെള്ളം ലഭ്യമാക്കുന്ന കാവേരിയുടെ പോഷക നദിയാണ് അർക്കാവതി. ബംഗളൂരു നഗരത്തിന് കുടിവെള്ളം ലഭ്യമാക്കുന്ന കാവേരിയുടെ പോഷക നദിയാണ് അർക്കാവതി. തമിഴ്നാട്ടിലെ ഹൊഗനക്കൽ വെള്ളച്ചാട്ടം കാവേരി നദിയിലാണ്. തമിഴ്നാട്ടിലെ ഹൊഗനക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? കാവേരി നദിയിലാണ്. അടുത്തത് നമുക്ക് കൃഷ്ണ നദിയെ കുറിച്ച് പഠിക്കാം. അർദ്ധഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ നദിയെയാണ്. കൃഷ്ണ നദി അറിയപ്പെടുന്നത് അർദ്ധഗംഗ എന്നും അറിയപ്പെടുന്നുണ്ട്. കോറമാണ്ടൽ തീരത്തിന്റെ നോർത്തേൺ സിർക്കാസിന്റെയും അതിർത്തി നിർണയിക്കുന്ന നദിയാണ് കൃഷ്ണ. കോറമാണ്ടൽ തീരത്തിന്റെയും നോർത്തേൺ സിർക്കാസിന്റെയും അതിർത്തി നിർണയിക്കുന്ന നദിയാണ് കൃഷ്ണ. നാഗാർജുന സാഗർ ഡാം കൃഷ്ണ നദിയിലാണുള്ളത്. നാഗാർജുന സാഗർ ഡാം ഏത് നദിയിലാണ്? കൃഷ്ണ നദിയിലാണ്. കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ വലിപ്പത്തിൽ രണ്ടാമതുള്ളത് കൃഷ്ണ നദിക്കാണ്. കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളിൽ വലിപ്പത്തിൽ രണ്ടാമതുള്ളത് കൃഷ്ണ നദിക്കാണ്. സത്താറ നഗരം കൃഷ്ണ നദിയുടെ തീരത്താണുള്ളത്. സത്താറ നഗരം ഏത് നദിയുടെ തീരത്താണ്? കൃഷ്ണ നദിയുടെ തീരത്താണ്. അലമാട്ടി ഡാം കൃഷ്ണ നദിയുടെ തീരത്താണ്. അലമാട്ടി ഡാം ഉള്ളത് കൃഷ്ണ നദിയിലാണ്. മഹാരാഷ്ട്രയിൽ മഹാബലേശ്വറിന്റെ സമീപം ഉദ്ഭവിക്കുന്ന നദിയാണ് കൃഷ്ണ. കൃഷ്ണയുടെ ഉദ്ഭവം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിന് സമീപമാണ്. കൃഷ്ണ നദിയുടെ നീളം വരുന്നത് 1400 കിലോമീറ്റർ ആണ്. കൃഷ്ണ നദിയുടെ നീളം 1400 കിലോമീറ്റർ ആണ്. കൃഷ്ണ നദി ഒഴുകുന്നത് മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ്. കൃഷ്ണ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. തുംഗഭദ്ര ഏത് നദിയുടെ പോഷക നദിയാണ്? കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. തുംഗഭദ്ര, ഭീമ എന്നിവയൊക്കെ കൃഷ്ണ നദിയുടെ പോഷക നദികളാണ്. കൃഷ്ണ നദിയിൽ നിന്ന് ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ് തെലുങ്കു ഗംഗ. കൃഷ്ണ നദിയിൽ നിന്ന് ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ് തെലുങ്കു ഗംഗ. പമ്പാസാഗർ അണക്കെട്ട് എന്നറിയപ്പെടുന്നത് തുംഗഭദ്ര അണക്കെട്ടിനെയാണ്. തുംഗഭദ്ര അണക്കെട്ട് പമ്പാസാഗർ അണക്കെട്ടുമെന്നും അറിയപ്പെടുന്നു. തുംഗഭദ്ര നദിയുടെ തീരത്താണ് ശൃംഗേരി മഠം സ്ഥാപിച്ചിട്ടുള്ളത്. തുംഗഭദ്ര നദിയുടെ തീരത്താണ് ശൃംഗേരി മഠം സ്ഥാപിച്ചിട്ടുള്ളത്. ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി നദിയിലാണ്. ജോഗ് വെള്ളച്ചാട്ടം അഥവാ ജെർസോപ്പ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി നദിയിലാണ്. ശ്രീശൈലം പദ്ധതി കൃഷ്ണ നദിയിലാണുള്ളത്. ശ്രീശൈലം പദ്ധതി ഏത് നദിയിലാണ്? കൃഷ്ണ നദിയിലാണ്. മുന്നേരു നദി ഏതിന്റെ പോഷക നദിയാണ്? കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. ശരാവതി തുംഗഭദ്രയുടെ പോഷക നദിയാണ്. മുന്നേരു നദി കൃഷ്ണ നദിയുടെയും ശരാവതി തുംഗഭദ്രയുടെയും പോഷക നദിയാണ്.
കൃഷ്ണയുടെ പോഷക നദിയായ ഘടപ്രഭയിൽ സ്ഥിതി ചെയ്യുന്ന ഗോകക് വെള്ളച്ചാട്ടം കർണാടകയിലാണുള്ളത്. കൃഷ്ണയുടെ പോഷക നദിയായ ഘടപ്രഭയിൽ സ്ഥിതി ചെയ്യുന്ന ഗോകക് വെള്ളച്ചാട്ടം കർണാടകയിലാണുള്ളത്. വിജയവാഡ കൃഷ്ണ നദിയുടെ തീരത്താണ്. വിജയവാഡ കൃഷ്ണ നദിയുടെ തീരത്താണ്. അമരാവതിയോ കൃഷ്ണ നദിയുടെ തീരത്ത് തന്നെയാണ്. അമരാവതി കൃഷ്ണ നദിയുടെ തീരത്താണ്. ഉസ്മാൻ സാഗർ ഡാം മുസി നദിയിലാണ്. ഉസ്മാൻ സാഗർ ഡാം മുസി എന്ന നദിയിലാണ്. ഹൈദരാബാദ് ഉള്ളത് മുസി നദിയുടെ തീരത്താണ്. ഹൈദരാബാദ് ഏത് നദി തീരത്താണുള്ളത്? മുസി നദിയുടെ തീരത്താണ്. തുംഗഭദ്ര കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. പറഞ്ഞു നമ്മൾ. തുംഗഭദ്ര ഏത് നദിയുടെ പോഷക നദിയാണ്? കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. മസൂലി പട്ടണം കൃഷ്ണ നദിയുടെ തീരത്താണുള്ളത്. മസൂലി പട്ടണം ഏത് നദിയുടെ തീരത്താണ്? കൃഷ്ണ നദിയുടെ തീരത്താണ്. കർണാടകയിലെ ലിംഗനാമാക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദിയിലാണ്. കർണാടകയിലെ ലിംഗനാമാക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദിയിലാണ്. കൃഷ്ണ തുംഗഭദ്ര നദികൾക്കിടയിലുള്ള ത്രികോണാകൃതിയിലുള്ള ഭൂവിഭാഗമാണ് റേച്ചൂർ ദോബ്. കൃഷ്ണ തുംഗഭദ്ര നദികൾക്കിടയിലുള്ള ത്രികോണാകൃതിയിലുള്ള ഭൂവിഭാഗമാണ് റേച്ചൂർ ദോബ്. ഹംപി ഏത് നദിയിലാണ്? തുംഗഭദ്ര നദിയിലാണ്. ഹംപി ഏത് നദിയുടെ തീരത്താണ്? തുംഗഭദ്ര നദിയുടെ തീരത്താണ്. മഹാത്മാഗാന്ധി ജലവൈദ്യുത പദ്ധതി കർണാടകയിലെ ശരാവതി നദിയിലാണ് ഉള്ളത്. മഹാത്മാഗാന്ധി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? കർണാടകയിലെ ശരാവതി നദിക്കാണ്. ഛത്തീസ്ഗഡിലെ പ്രധാനപ്പെട്ട നദിയാണ് മഹാനദി. ഛത്തീസ്ഗഡിലെ പ്രധാനപ്പെട്ട നദിയാണ് മഹാനദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാക്കുഡ് അണക്കെട്ട് മഹാനദിയിലാണ്. ഏത് നദിയുടെ പോഷക നദിയാണ് ടെല്ല്? മഹാനദിയുടെ. മഹാനദിയുടെ പോഷക നദിയാണ് ടെല്ല്. മഹാനദിയുടെ ഉത്ഭവസ്ഥാനം മൈക്കാല മലനിരകളാണ്. മഹാനദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? മൈക്കല മലനിരകൾ. ദുധ്വ അണക്കെട്ട് ഛത്തീസ്ഗഡിലാണുള്ളത്. ദുധ്വ അണക്കെട്ട് ഏത് സംസ്ഥാനമാണ്? ഛത്തീസ്ഗഡ് ആണ്. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാ? ഷിയോനാഥ് ആണ്. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഷിയോനാഥ്. ഇബ്, ടെല്ല് എന്നിവ മഹാനദിയുടെ പോഷക നദിയാണ്. ഇബ്, ടെല്ല് എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? മഹാനദിയുടെ പോഷക നദികളാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയെയാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയെയാണ്. ഒലീവ് റിഡ്ലി കടലാമകളെ സംരക്ഷിക്കുന്ന മഹാനദിയുടെ കൈവഴിയാണ് ദേവി നദി. ഒലീവ് റിഡ്ലി കടലാമകളെ സംരക്ഷിക്കുന്നതിനായി മഹാനദിയുടെ കൈവഴിയാണ് ദേവി നദി. മഹാനദിയുടെ നീളം വരുന്നത് 857 കിലോമീറ്റർ ആണ്. മഹാനദിയുടെ നീളം 857 കിലോമീറ്റർ ആണ്. ഹിരാക്കുഡ് അണക്കെട്ട് മഹാനദിയിലാണുള്ളത്. ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ്? മഹാനദിയിലാണുള്ളത്. മഹാനദി ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് ഛത്തീസ്ഗഡ്, ഒഡീഷ. മഹാനദി ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് ഛത്തീസ്ഗഡ്, ഒഡീഷ. കട്ടക്, പുരി, സാമ്പൽപൂർ എന്നീ നഗരങ്ങൾ മഹാനദിയുടെ തീരത്താണുള്ളത്. കട്ടക്, പുരി, സാമ്പൽപൂർ എന്നീ നഗരങ്ങൾ ഏത് നദിയുടെ തീരത്താണ്? മഹാനദിയുടെ തീരത്താണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റു നദികളെ കുറിച്ചും കൂടെ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.